Welcome back to another lecture for economics. This is Nino Ragesh on the behalf of Learners Hub. In this video, I am going to discuss about Harrod-Domer economic growth model. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Harrod-Domer ഗ്രോത്ത് മോഡൽ ആണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രോത്ത് മോഡൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ദാറ്റ് ഈസ് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഗ്ലോബൽ ഇക്കോണമി അല്ലെങ്കിൽ വേൾഡ് ഇക്കോണമി ഒരു ഡിപ്രൈവിങ് സിറ്റുവേഷനിലായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊളാപ്സ്ഡ് സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ റിവൈവൽസൊക്കെ ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഗ്രോത്ത് മോഡൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് മോഡലാണ് എന്ത് Harrod-Domer ഗ്രോത്ത് മോഡൽ, റൈറ്റ്? അപ്പോൾ എന്താ പറയുന്നത്, Harrod-Domer ഗ്രോത്ത് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ റിയൽ എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആക്ച്വലി എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഗ്രോത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് മോഡൽ ഇൻഡിപെൻഡൻ്റ്ലി ഡെവലപ്ഡ് ബൈ റോയ് എഫ് ഹരോഡ് ആൻഡ് എഫ്.സി. ഡോമർ. അതായത് ഈ ഒരു ഗ്രോത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇക്കണോമിസ്റ്റാണ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. അതായത് രണ്ട് ഇക്കണോമിസ്റ്റ് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ആൻഡ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, രണ്ടാളും രണ്ട് സ്ഥലത്താണ്. ദാറ്റ് ഈസ് ഹറോഡ് ഈസ് എ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആൻഡ് ഡോമർ ഈസ് എൻ അമേരിക്കൻ ഇക്കണോമിസ്റ്റ്. അതുപോലെ തന്നെ അവർ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോഡൽ എന്താണ്, ഡിഫറെൻറ്റ് ഇയേഴ്സിലാണ്, അല്ലേ? നല്ല ഗ്യാപ്പ് ഉണ്ട്. ഹരോഡ് ഡെവലപ്പ് ചെയ്തത് 1939 ആൻഡ് ഡോമർ ഡെവലപ്പ് ചെയ്തത് 1946. അറൗണ്ട് ഒരു 7 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇവർ രണ്ടുപേരും തമ്മിൽ ഡെവലപ്പ് ചെയ്ത മോഡൽസ് എന്താണ്, ആക്ച്വലി ദർ ഈസ് നോ അവർ തമ്മിൽ റിലേഷൻ ഇല്ല, റിലേറ്റ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവർ ഇൻഡിവിജ്വലി ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ഗ്രോത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അവരുടെ എയിം എന്തായിരുന്നു, രണ്ട് പേരുടെയും എയിം സെയിം ആയിരുന്നു. അതാണ് ഈ ഒരു ഗ്രോത്ത് മോഡലിൻ്റെ ഇമ്പോർട്ടൻസ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് മോഡലും കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത്, റൈറ്റ്? എന്താണ്, അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേസ് ഡിഫറെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ എയിം അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്താണ്, സെയിം ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് മോഡൽ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ എന്താണ് കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത്, റൈറ്റ്? ദെൻ It aims at dynamize and secularize Keynesian saving investment equality and attainment of steady state growth. എന്താണ് അവർ ആക്ച്വലി എയിംസ് ചെയ്തിട്ടുള്ളത്? കെയ്നീഷ്യൻ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി ആക്ച്വലി എന്താണ്, ഷോർട്ട് റണ്ണിലാണല്ലേ കെയ്നീഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണ് ഈ ഒരു മോഡൽ എന്താണ് പറയുന്നത്, ലോങ് റണ്ണിൽ സെക്യുലറൈസ് മീൻസ് ലോങ് റൺ ട്രെൻഡാണ് ഈ സെക്യുലറൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യുക, സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റിയെ ലോങ് റണ്ണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു മോഡൽ. അത് മാത്രമല്ല വേറെ എന്താണ് ഇവരുടെ എയിംസ് എന്ന് പറഞ്ഞാൽ അറ്റൈൻമെൻറ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുക എന്നതാണ് ഇവരുടെ എയിം. എങ്ങനെ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഡൗൺവേർഡ്സ് സ്വിങ്, അതായത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. എന്താണ്, എഗെയിൻ എന്താണ്, അപ്വേർഡ് മൂവ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്, ഈ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്തിൽ ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ്സ് റീച്ച് മാക്സിമം പോയിന്റ്. ദെൻ അതൊരു മാക്സിമം പോയിന്റിൽ എത്തുകയും പിന്നെ അവിടെ നിന്ന് എന്തില്ല, ദർ ഈസ് നോ അനദർ ചേഞ്ച്. അതിനുശേഷം എന്ത് ചെയ്യുന്നില്ല, ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. മാക്സിമം പോയിന്റിൽ എത്തിയാൽ പിന്നെ എന്ത് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ എന്താണ് പറയുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സേവിങ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സേവിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ഇക്കോണമിയിൽ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യണം. സേവിങ്സ് ഉണ്ടായാൽ എന്തുണ്ടാവുന്നു, ദാറ്റ്സ് ലീഡ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്താണ്, സേവിങ് ദാറ്റ് ചാനലൈസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ പറയുന്നത് തന്നെ എന്താണ്, സേവിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റാണ് ഇവർ പറയുന്നത്. സോ സേവിങ് ദാറ്റ് ലീഡ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇക്കോണമി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻ ക്യാപിറ്റൽ സ്റ്റോക്സ്, അല്ലേ? ക്യാപിറ്റൽ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ലീഡ്സ് ടു ക്യാപിറ്റൽ അക്കുമുലേഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് leads to capital accumulation. Finally, ഇക്കോണമി റീച്ച് അറ്റ് ദ പോയിന്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ എന്തിലെത്തുന്നു, ഇക്കണോമിക് ഗ്രോത്ത് സിറ്റുവേഷനിൽ എത്തുന്നു എന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. എന്താണ്, സേവിങ് ദാറ്റ് ലീഡ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ലീഡ്സ് ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ അക്കുമുലേഷൻ, ഫൈനലി റീച്ച് ഇക്കണോമിക് ഗ്രോത്ത്. Then this model says that investment has a dual role in an economy. എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിന് രണ്ട് റോൾസ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോം ഡ്യുവൽ റോൾ ഇൻ ദ ഇക്കോണമി. ദാറ്റ് ഈസ്
പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഇൻകം ജനറേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ലീഡ്സ് ടു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻകം ജനറേഷൻ. എന്താണ് ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇക്കോണമിയിൽ എന്താണ് ഡ്യുവൽ റോൾ ഉണ്ട്. ആ ഡ്യുവൽ റോൾ ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ക്രിയേറ്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻകം ജനറേഷൻ. ഇക്കോണമിയിൽ എന്തുണ്ടാക്കുന്നത്? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നു. ദാറ്റ് ലീഡ്സ് ടു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ആൻഡ് ഈ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓൾസോ ലീഡ്സ് ടു ഇൻകം ജനറേഷൻ. ഇക്കോണമിയിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഇൻകം ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡ്യുവൽ റോള് അല്ലെങ്കിൽ ഇതിന് എന്തിൽ പറയുന്നുണ്ട്? ദിസ് ഈസ് ഡ്യുവൽ ഇഫക്റ്റ്. ഇതാണ് ഡ്യുവൽ ഇഫക്റ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡ്യുവൽ ഇഫക്റ്റാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻകം ഇഫക്റ്റ് ആൻഡ് കപ്പാസിറ്റി ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് മീൻസ് ഇൻകം ജനറേഷൻ. കപ്പാസിറ്റി ഇഫക്റ്റ് മീൻസ് ദാറ്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ ഇൻകം ഇഫക്റ്റ് എന്താണ് ആക്ച്വലി? ഇൻകം ഇഫക്ട്സ് ഈസ് എ ഡിമാൻഡ് ഇഫക്ട്സ്. ഇൻകം ഇഫക്റ്റ് എന്താണ്? ഡിമാൻഡ് ഇഫക്റ്റ്. ആൻഡ് കപ്പാസിറ്റി ഇഫക്റ്റ് എന്താണ്? സപ്ലൈ ഇഫക്റ്റ് അല്ലെങ്കിൽ സപ്ലൈ സൈഡ് ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് എവിടെയാണ് നമ്മൾ? ഇൻകം ഇഫക്ട്സ് ഓൾസോ നോൺ ആസ് ഡിമാൻഡ് സൈഡ് ഇഫക്റ്റ് ആൻഡ് കപ്പാസിറ്റി ഇഫക്റ്റ് ഇസ് ഓൾസോ നോൺ ആസ് സപ്ലൈ ഇഫക്ട്സ്. എന്താണ്? സപ്ലൈ ഇഫക്ട്സ്, റൈറ്റ്. അപ്പോൾ കെയ്നീഷ്യൻ ഇക്കണോമിക്സ് അല്ലെങ്കിൽ കെയ്ൻസ് ആക്ച്വലി അനലൈസ് വാട്ട്? കെയ്ൻസ് അനലൈസ് ഡിമാൻഡ് ഇഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് കെയ്ൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡിമാൻഡ് ഇഫക്ട്സ് ഓഫ് ഡിമാൻഡ് ഇഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്? ഡിമാൻഡ് ഇഫക്ട്സ് ആണ് അല്ലെങ്കിൽ ഇൻകം ഇഫക്ട്സ് ആണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്ലാസിക്കൽസ് സപ്ലൈ ഇഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ കപ്പാസിറ്റി ഇഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്ലാസിക്കൽസ് സപ്ലൈ ഇഫക്ട്സും അതുപോലെ തന്നെ കെയ്നീഷ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡിമാൻഡ് ഇഫക്ട്സും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെറോഡ് ഗ്രോത്ത് മോഡൽ ആക്ച്വലി എന്താണ് പറഞ്ഞത്? ഇവ രണ്ടിൻ്റെയും ഇഫക്ട്സ് അല്ലേ, രണ്ടിനും ഈക്വൽ റോളാണ് ഇക്കോണമിയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ക്ലാസിക്കൽ അനാലിസിസും വരുന്നുണ്ട്, അതുപോലെ തന്നെ കെയ്നീഷ്യൻ അനാലിസിസും വരുന്നുണ്ട്. കെയ്ൻസിൻ്റെ അനാലിസിസും ക്ലാസിക്കൽസിൻ്റെ അനാലിസിസും ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഹെറോഡ് ഗ്രോത്ത് മോഡലിൽ പറയുന്നത്. സോ ദിസ് മോഡൽ ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതുകൊണ്ട് ഇതിന് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ക്ലാസിക്കൽ കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. Then this model based on some assumptions. They are, first one is closed economy. Economy എന്താണ്? Closed economy ആണ്. Closed economy means there is no free trade or there is no international trade. എന്താണ് closed economy എന്ന് പറഞ്ഞാൽ? എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്? അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല, ഫ്രീ ട്രേഡ് ഇല്ല, ഒന്നുമില്ല. എന്താണ് ഇക്കോണമിയിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ട്രേഡാണ്, അതുപോലെ തന്നെ വിത്തിൻ ദ കൺട്രിയാണ് അല്ലേ, കൺട്രിക്ക് അപ്പുറത്തേക്കില്ല, ഇൻ്റർനാഷണൽ ട്രേഡ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇക്കോണമി. നെക്സ്റ്റ് വൺ ഈസ് നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. എന്താണ് പറയുന്നത്? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് ലേസേഴ്സ് ഫിയർ ആണ്. ലേസേഴ്സ് ഫിയർ എന്താണ്? ക്ലാസിക്കൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അല്ലേ ലേസേഴ്സ് ഫിയർ ഇക്കോണമി. ദാറ്റ് മീൻസ് ലീസ്റ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അതായത് സ്റ്റേറ്റിന് എന്ത് റോള് മാത്രമാണുള്ളത്? പ്രൊട്ടക്റ്റിംഗ് റോള് മാത്രമാണ് എവിടെയുള്ളത്? സ്റ്റേറ്റിനുള്ളത്. അതർ മാറ്റേഴ്സിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർവെൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലേസേഴ്സ് ഫിയർ പോളിസി. ദെൻ സേവിങ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് മോഡലിൽ സേവിങ് എന്താണ്? സേവിങ് കോൺസ്റ്റൻ്റ് ആണ്. സേവിങ് എന്താണ്? സേവിങ് ഈസ് കോൺസ്റ്റൻറ്റ്. Then MPC also constant. Saving constant ആണ് MPC. MPS means marginal propensity to save. MPC എന്താണ്? Marginal propensity to save. അതും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ MPS is equal to APS. Marginal propensity to savingും അതുപോലെ തന്നെ average propensity to savingും ഈക്വൽ ആണ്. സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണോ സേവിങ്സ് ആയിട്ടുള്ളത് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഇറ്റ് അസ്യൂംസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്താണ്? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതാണ് ഹെറോഡ്-ഡോമർ ഗ്രോത്ത് മോഡലിൻ്റെ എസംഷൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ക്ലോസ്ഡ് ഇക്കോണമി, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, സേവിങ് ഈസ് കോൺസ്റ്റൻറ്റ്,
marginal propensity to save remain constant. MPS is equal to APS, that is marginal propensity to save is equal to average propensity to save. Saving is equal to investment. Constant returns to scale. Constant capital output ratio. Fixed proportion of production function. ദെൻ ഹരോഡ് മോഡൽ. അപ്പോൾ നമുക്ക് ഹരോഡ് മോഡലും ഗ്രോത്ത് മോഡലും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഹരോഡ് മോഡൽ. ഹരോഡ് എക്സ്പ്ലെയിൻ ഹിസ് മോഡൽ ഇൻ ഹിസ് ബുക്ക് ടുവാർഡ്സ് ദ ഇക്കോണമി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1939. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ടുവാർഡ്സ് ദ ഇക്കോണമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1939 According to him, capital is only factors of production. So this is also called capital growth model. എന്താണ് പറയുന്നത്? ഇവിടെ ഒറ്റൊരു factors of production. We know that there are 4 factors of production. Here, Harrod mentioned only one factors of production, that is capital. Capital is only factors of production that create that productive capacity and income generation. എന്താണ്? ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? ക്യാപിറ്റൽ ആണ്. സോ ദിസ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ഗ്രോത്ത് മോഡൽ. ഓക്കെ. ദെൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകം ഈക്വൽസ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. എന്താണ് പറയുന്നത്? ഒരു ഇക്കോണമി സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻകവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ, അതായത് ഇക്കോണമിയുടെ ലക്ഷ്യം എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകം ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകം. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രോത്ത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഹൗ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ്. എങ്ങനെയാണ് ഈ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നത്? ദെൻ ഹൗ ദിസ് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് മെയിൻറ്റെയിൻ. അച്ചീവ് ചെയ്താൽ പിന്നെ എന്താണ് വേണ്ടത്? അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ മെയിൻറ്റെയിൻ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലാസ്റ്റ് വൺ, ദ നാച്ചുറൽ ഫോഴ്സസ് പുട്ട് സീലിംഗ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. നാച്ചുറൽ ഫോഴ്സസ് എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിൽ എത്തുന്നത് അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഹൗ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ്, ഹൗ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് മെയിൻറ്റെയിൻ, ഹൗ നാച്ചുറൽ ഫോഴ്സ് പുട്ട് സീലിംഗ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് ഹരോഡ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദീസ് ക്വസ്റ്റ്യൻസ് ഓർ ഇൻ ഓർഡർ ടു ആൻസർ ദിസ് question, he developed 3 growth models. ഇതൊക്കെയാണ് 3 growth models. അദ്ദേഹം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 ഗ്രോത്ത് മോഡൽസ് അല്ലെങ്കിൽ ഒരു 3 ഗ്രോത്ത് ഇക്വേഷൻസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രോത്ത് മോഡലിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഗ്രോത്ത് മോഡൽ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ആക്ച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഏതാണ്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് മോഡൽ, റൈറ്റ്? ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് സിംപ്ലി മീൻസ് ഇക്കോണമിയിൽ ആക്ച്വലി ഉള്ള ഗ്രോത്ത് റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഗ്രോത്ത് റേറ്റ് പെർമിറ്റഡ് ബൈ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ. നമുക്കറിയാം ഇക്കോണമിയിൽ the downswings and upswings are common phenomena in economy അല്ലേ. അപ്സിങ്സും ഡൗൺസിങ്സും സിങ്സും ഇക്കോണമിയിൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻസ് ഉണ്ടാവും, ഡിപ്രഷൻസ് ഉണ്ടാവും, ഡിഫ്ലേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഉള്ള അപ്സിങ്സ് ആൻഡ് ഡൗൺസിങ്സ് നമുക്ക് ഇക്കോണമിയിൽ കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു ആക്ച്വൽ ഔട്ട്കം അല്ലെങ്കിൽ ആക്ച്വൽ ഗ്രോത്തിനെയാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, റൈറ്റ്? ഇൻ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എക്സ്പോസ് സേവിങ് ഈസ് ഈക്വൽ ടു എക്സ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ എന്താണ്? എക്സ്പോസ് സേവിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് എക്സ്പോസ്ഡ് സേവിങ് ആൻഡ് എന്താണ് എക്സ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് എക്സ്പോസ്ഡ്? There are 2 concepts here, that is exposed and ex ante. This concept developed by Gunnar Myrdal എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് ഈ ഒരു 2 terms ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ആൻഡ് എക്സ് ആൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2 terms. ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് മീൻസ് ആക്ച്വൽ ആൻഡ് എക്സ് ആൻറ്റി മീൻസ് planned. So here exposed saving is equal to exposed investment. That means actual saving is equal to actual investment.
Actual growth rate can be denoted as GA. So GA is equal to delta y by y. GA is equal to delta y by y. Delta y means change in income and y is equal to total income. So GA can be denoted as GA is equal to delta y by y. Right? എന്താണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? GA ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ income divided by total income അല്ലെങ്കിൽ delta y by y. Then GA determine two factors, that is saving investment ratio and capital output ratio. അതുപോലെ തന്നെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ടു ഫാക്ടേഴ്സ് ആണ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഏതൊക്കെയാണ്? സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഡിനോട്ടഡ് ആസ് S ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഡിനോട്ടഡ് ആസ് C. റൈറ്റ്. അപ്പോൾ നമ്മൾ then നമ്മളുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഈസ് GAC is equal to S. Here GA is a actual growth rate, C is a capital output ratio and S is a saving income ratio. Right. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ഒരു മോഡൽ എന്താണ് പറയുന്നത്? സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സേവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ ഇവിടെ പറയുന്നത്. സോ ഈ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹരോഡ് ആ ഒരു സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജി മീൻസ് ഇവിടെ ജി എന്നുള്ളത്, അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഇവിടെ ജി എന്ന് ഡെനോട്ട് ചെയ്തിട്ടുള്ളത്. സോ G is equal to delta y by y. G is equal to delta y by y അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. Then C can be written as, C means capital output ratio. This can be written as delta ky delta y. Delta k is also is I means change in capital എന്ന് പറഞ്ഞാൽ എന്താണ്? That is investment. So it can be written as delta k is equal to I. So C is equal to I divided by delta y. C is equal to I divided by delta y. Then S is what? S is a saving income ratio. So S is equal to S divided by y. S divided by y. അപ്പോൾ ക്ലിയർ അല്ലേ? G is equal to delta y by y. C is equal to delta ky delta y. It's also can written as I divided by delta y because delta k is equal to I. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ നമ്മുടെ ഈ വാല്യൂസ് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മുടെ മുകളിലത്തെ ഫണ്ടമെൻ്റൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു ഡെൽറ്റ I divided by delta y is equal to S by y. എന്താണ്? delta y by y into I by delta y is equal to S divided by y കിട്ടും അല്ലേ? ക്ലിയർ അല്ലേ? കാരണം നമ്മുടെ ആ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷനിലാണ് നമ്മളിപ്പം ഈ GCS ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു I by delta y is equal to S y by എന്നൊരു ഇക്വേഷൻ കിട്ടും. ദെൻ നമ്മുടെ ഡെൽറ്റ വൈ ആൻഡ് ഡെൽറ്റ വൈ ക്യാൻസൽ ഔട്ടായി പോവും. സോ S divided by y is I divided by y is equal to S divided by y എന്ന് കിട്ടും. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? I is equal to S എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് വാറണ്ടഡ് ഗ്രോത്ത്. അതായത് സെക്കൻഡ് ഗ്രോത്ത് റേറ്റ് ആണ് ഏത്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് GW. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് GW. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫുള്ളർ കപ്പാസിറ്റി ഗ്രോത്ത് ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഓർ പൊട്ടൻഷ്യൽ ഗ്രോത്ത്. അതായത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ക്യാൻ ഓൾസോ നോൺ ആസ് ഫുള്ളർ കപ്പാസിറ്റി ഗ്രോത്ത് ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഓർ പൊട്ടൻഷ്യൽ ഗ്രോത്ത്. എന്താണ് ആക്ച്വലി വാറണ്ടഡ് ഗ്രോത്ത്? ദിസ് ഈസ് ദ മാക്സിമം ലെവൽ ഓഫ് ഗ്രോത്ത്. എന്താണ്? മാക്സിമം ലെവൽ ഓഫ് ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാറണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇതിന് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഫുള്ളർ കപ്പാസിറ്റി ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് പിന്നെ എന്താണ്? അതിനപ്പുറത്തേക്ക് ദർ ഈസ് നോ ചേഞ്ച്. അതിനപ്പുറത്തേക്ക് എന്തില്ല? ഗ്രോത്ത് ഇല്ല. സോ ദിസ് ഈസ് ദ മാക്സിമം ലെവൽ ഓഫ് ഗ്രോത്ത്. വാറണ്ടഡ് ഗ്രോത്ത് ഈസ് ദ മാക്സിമം പോയിന്റ് ഓഫ് ഗ്രോത്ത്. റൈറ്റ്. ഗ്രോത്ത് റേറ്റ് ഈസ് അറ്റൈൻഡ് ബൈ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പോൾ ഇത് മാക്സിമം പോയിന്റ് ഓഫ് ഗ്രോത്ത് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്?
ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കാണ് കാണാൻ പറ്റുന്നത്. എന്താണ് മാക്സിമം, ദിസ് ഇസ് എ മാക്സിമം ഗ്രോത്ത് റേറ്റ്. സോ വി ക്യാൻ സീ ദാറ്റ് ഹിയർ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ ഫുള്ളർ യൂട്ടിലൈസേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ കാണാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് GWCR ഇൻറ്റു S. CR മീൻസ് CR എന്താണ്, ക്യാപിറ്റൽ റേഷ്യോ ആണ്. ക്യാപിറ്റൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റേഷ്യോ അല്ല, എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് CR. GWCR ഈസ് ഈക്വൽ ടു S. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കാണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് GWCR is equal to S, where GW is the warranted growth, CR is the capital stock, and S is a saving. So essential condition for maintains steady state growth is equality between GA and GW. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ മെയിനായിട്ടുള്ള എയിം എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, GA അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആയാൽ മാത്രമേ അവിടെ എന്തുള്ളൂ, സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് വേണ്ടത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവണം. അതുപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, ഈ ഒരു വാറണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എന്താണ്, എക്സ് ആൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എക്സ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്താണ് പറയുന്നത്, എക്സ് ആൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എക്സ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്, ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ആൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. എന്താണ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് ഗ്രോത്ത് ഈസ് നാച്ചുറൽ ഗ്രോത്ത്. എന്താണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പെർമിറ്റഡ് ബൈ പോപ്പുലേഷൻ ആൻഡ് ടെക്നോളജി. എന്താണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് കണ്ടീഷനാണ് എന്ത്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും, ഇക്കോണമിയിൽ എന്തായിരിക്കും, ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ പോപ്പുലേഷൻ ആൻഡ് ടെക്നോളജി. എന്താണ് ഈ ഒരു നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പെർമിറ്റ് ചെയ്യുന്നത്, എന്താണ്, ടെക്നോളജിയും അതുപോലെ തന്നെ പോപ്പുലേഷനും ആണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പെർമിറ്റ് ചെയ്യുന്നത്. അറ്റ് ദിസ് ഗ്രോത്ത് റേറ്റ് ഇക്കോണമി അറ്റൈൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് കണ്ടീഷൻ, റൈറ്റ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് GN ആണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ആൻഡ് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് GA ഈസ് ഈക്വൽ ടു GW ഈസ് ഈക്വൽ ടു GN. അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്തിൽ എന്താണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആയിരിക്കും. ഈ ഒരു പോയിന്റിന് എന്ത് പറയുന്നുണ്ട്, ഹരോഡ് ബ്ലിറ്റ്സർ അല്ലെങ്കിൽ എന്താ ഹരോഡ് ബാലൻസ്ഡ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതായത് GA ഈസ് ഈക്വൽ ടു GW ഈസ് ഈക്വൽ ടു GN എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്, ഹരോഡ് ബാലൻസ്ഡ് ഗ്രോത്ത്. ദാറ്റ് ഈസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും എന്താണ്, ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. ദാറ്റ് ഈസ് ഹരോഡ് ബാലൻസ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹരോഡ് ബ്ലിറ്റ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവണമെങ്കിൽ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്താണ്, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ മെയിൻറ്റെയിനിങ് ഈക്വാലിറ്റി ബിറ്റ്വീൻ GA ആൻഡ് GW. അതായത് അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആൻഡ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യും, ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്. ദിസ് കോസ് പുട്ട് എ സീലിംഗ് ബിയോണ്ട് ദ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് ഈസ് നോട്ട് പോസിബിൾ ആഫ്റ്റർ ദാറ്റ്. അല്ല, ഈ ഒരു സിറ്റുവേഷൻ ആയാൽ ഏതൊരു സിറ്റുവേഷൻ, GA ഈസ് ഈക്വൽ ടു GW ഈസ് ഈക്വൽ ടു GN എന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹരോഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അതിനപ്പുറത്തേക്ക് എന്തില്ല, ഔട്ട്പുട്ട് എക്സ്പാൻഷൻ ഉണ്ടാവില്ല, അപ്പുറത്തേക്ക് എന്തില്ല, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ദറ്റ് ഈസ് ദ മാക്സിമം പോയിൻ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, റൈറ്റ്. ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ആ ഒരു ലിമിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഹരോഡ് ഗ്രോത്ത് മോഡൽ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് ഹരോഡ് ഗ്രോത്ത് മോഡലാണ്. ഹരോഡ് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഗ്രോത്ത് കണ്ടീഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അതാണിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
Then Domer model. Domer explained his model in his book An Essay in the Theory of Economic Growth published in 1946. നമ്മൾ ഹരോഡിൻ്റെ ബുക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോമർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബുക്ക് എൻ എസ്സേ ഇൻ ദ തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ 1946. സെയിം തന്നെയാണ് പറയുന്നത് അല്ലേ. അതായത് പിന്നെ ഹരോഡ് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ഡ്യുവൽ റോൾ. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റിന് ഡ്യുവൽ റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. that is what investment that leads to productive capacity and generate income. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ഡ്യുവൽ റോൾ. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ലീഡ്സ് ടു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ജനറേറ്റ് ഇൻകം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ ഡോമർ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഡിമാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സപ്ലൈ സൈഡ് ഓഫ് ഇക്വേഷൻ. ഡിമാൻഡ് സൈഡ് ഇക്വേഷനും സപ്ലൈ സൈഡ് ഇക്വേഷനും ഈക്വൽ ആവുന്ന സിറ്റുവേഷനാണ് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എന്നാണ് ആര് പറയുന്നത്? ഡോമർ പറയുന്നത്. സെയിം തന്നെയാണ് ഹരോഡും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു മെത്തേഡ് മാറ്റം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് സൈഡ് മീൻസ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സപ്ലൈ സൈഡ് മീൻസ് കപ്പാസിറ്റി ഇഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഇക്വേഷനും സപ്ലൈ സൈഡ് ഇക്വേഷനും നോക്കാം. Then supply side equation. Supply side equation can be written as S is equal to IK, where I is investment and K is capital stock. Demand side equation is D is equal to 1 divided by MPS into delta I. When supply side equation is equal to demand side equation, we can written as IK is equal to 1 divided by MPS into delta I. This is Domer equation, right? Delta K is equal to 1 divided by MPS into delta I. That means supply side equation is equal to demand side equation. Then growth rate is directly depends upon saving income ratio and indirectly depends upon capital output ratio. എന്താണ് ഇവിടെ പറയുന്നത്? This is not a ratio. Growth rate is directly depends upon saving income ratio and indirectly depends upon capital output ratio. That means when saving income ratio increases, growth rate also increases, and capital output ratio increases, growth rate decreases. That is, growth rate is directly depends upon saving income ratio and indirectly depends upon capital output ratio. അതായത് സേവിങ് ഇൻകം റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സേവിങ് ഇൻകം റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യും. പിന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോൻ്റെ കേസ് പറയുവാണെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് എന്താണ്? ഡിക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഹാരോഡ്-ഡോമർ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. So anyone have any queries and doubts, please let me know. Thank you.